മറ്റൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നു. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളൊരു പുതിയ ലാപ്ടോപ്പോ വാങ്ങിക്കഴിഞ്ഞെങ്കിൽ നിങ്ങളിത് മസ്റ്റായിട്ട് ചെയ്യണം. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിൻ്റെ റീസ്റ്റോർ ചെയ്യുന്ന രീതിയാണ്. അതൊന്ന് നിങ്ങൾ റീസ്റ്റോർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിൻഡോസിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ അത് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഏകദേശം ഫയൽസും കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൈ കമ്പ്യൂട്ടർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ റൈറ്റ് ബട്ടൺ അടിക്കുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കാം. മൈ കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ പ്രോപ്പർട്ടീസിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത് കണ്ട സിസ്റ്റം അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ അത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരും. അതിൽ സിസ്റ്റം പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റം പ്രൊട്ടക്ഷൻ അത് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഓഫായി സി ഡ്രൈവിനെയാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ സി ഡ്രൈവ് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ അത് ഓഫായിട്ട് കിടക്കുന്നുണ്ട്, അത് ഓണാക്കി വെക്കണം. അപ്പം നമ്മൾ എന്താ പറയുകയാണെങ്കിൽ കോൺഫിഗർ എടുക്കാം, ക്ലിക്ക് ചെയ്യാം. ഇതിൽ 2 ഓപ്ഷൻ വരുന്നുണ്ട്, ടേൺ ഓഫും ഡിസേബിളും. അപ്പോൾ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് നമുക്ക് എൻ്റെ അപ്ലൈ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പം അത് ഓണായി. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ക്ലിക്ക് ചെയ്യുക, ഒരു പേര് കൊടുക്കുക, റീസ്റ്റോർ പോയിൻറ്റിന് ഒരു പേര് കൊടുക്കുക. ഇപ്പോൾ എന്തെങ്കിലും എന്ന് കൊടുക്കുക, അതിൻ്റെ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിട്ടാകുമ്പം അത് ആ റീസ്റ്റോർ പോയിൻറ്റ് അത് ക്രിയേറ്റ് ആവും. പിന്നെ നമുക്ക് എന്തെങ്കിലും വിൻഡോസിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞെങ്കിൽ ഈ റീസ്റ്റോർ പോയിൻറ്റ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് വിൻഡോസിൻ്റെ ഫയൽസും കാര്യങ്ങളെല്ലാം റീസ്റ്റോർ ചെയ്തിട്ട് കിട്ടും. ചില കേസിൽ നമ്മൾ വിൻഡോസ് ഓപ്പൺ ആക്കുമ്പോൾ ഓപ്പൺ ആവില്ല. അപ്പോൾ ഈ റീസ്റ്റോർ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്കത് വിൻഡോസ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ഫയലൊന്നും വിൻഡോസിൻ്റെ ഫയൽ ഏകദേശം കിട്ടും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോ നാളെ എത്തും. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ക്ലോസ് അടിക്കാം. അപ്പോൾ അതിന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ആയിട്ട് കേട്ടോ. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോ നാളെ എത്തും. ഓക്കെ, ബൈ.